ഹായ്, എന്താ പാട്? സുഖല്ലേ? ഇന്ന് വളരെ സങ്കടപരമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ ജസ്ന കുരുന്നേട്ടന്റെ മറ്റേ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്ത് ഹോസ്പിറ്റലിലാണ്, പിന്നെ ഭയങ്കര മോശം സ്റ്റേജിലാണ്, മരണം വരെ ജീവിച്ചിരിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞോളൂന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിരുന്നു. കണ്ടിരുന്നു നിങ്ങളെ? നിങ്ങളിതൊന്ന് കണ്ടോ? എന്നിട്ട് ഞാൻ ബാക്കി പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാനൊന്നുകൂടി പറയാണ്. ജസ്ന സലീം ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയായാലും കൂടി അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ട് എന്നാ. നിങ്ങൾ കിടത്തുന്നതല്ലേ, മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. കേട്ടില്ലേ? അതായത് ആ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞപ്പോ മരിച്ചു പോകുന്നത് വരെ ജീവിച്ചിരിക്കുന്നു പറഞ്ഞോളൂന്ന്. അത്രയും മോശം സ്റ്റേജാ. ബാക്കി പറ. ആ ഒരു എന്താ കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ്, ആ ഒരു നേഴ്സ് കാരണം ഇവിടെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെയുള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. ആ ഒരു നേഴ്സ് കാരണം ഇവൾ ഈ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു 2-3 സ്റ്റെപ്പ് നടന്ന് പോകുമ്പോഴേക്ക് ഇവർക്ക് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല, കാല് വീങ്ങി വരിക ചെയ്യുക. ഇതിനന്ന് അവിടെ പോയിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവിടുത്തെ സാറ് ഇവൾക്ക്, അതായത് ഇവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന, അതായത് ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന എല്ലാവിധ ചിലവും കാര്യങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊയിലാണ്ടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അവർ ചിലവഴിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് വിട്ടതും. അതിനുശേഷം അവരൊരു എൻക്വയറി നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ടൊരു നടപടിയോ അല്ല എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ആ വേദന ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇതിനു മുമ്പേ ആ ഒരു ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിവ്യൂ കേട്ടാൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതാണ് അന്ന് അവിടെ നിന്ന് കാല് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ. നിങ്ങൾ തന്നെ കണ്ടാൽ അറിയാം ആ ഒരു കാലിൻ്റെ വീക്കവും കാര്യങ്ങളൊക്കെ. അപ്പം അത്രത്തോളം ആ ഒരു നേഴ്സിനോട് ചെയ്യരുത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്ത് കാല് ഇങ്ങനെ ആക്കി വെച്ച് ആ നേഴ്സിനോടൊക്കെ എന്തെന്നാ പറയേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് ഈ കാല് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഈ കാലിങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമല്ല. നാളെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവള് നേഴ്സിനോട് ഇപ്പം എന്താ പറയേണ്ടതെന്ന് ചോദിക്കണേ, മലയാളം തന്നെ പറഞ്ഞോളാം. ഇനിയിപ്പോൾ മോള് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും പിടുത്തം കിട്ടിയോ? കൊയിലാണ്ടിയുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ മാറി കുത്തിയത്രേ. അങ്ങനെ കുത്തിയെന്നല്ല, ഇവളെന്ത് ചെയ്തു, അന്ന് അതൊരു വിഷയമാക്കിയിരുന്നു മീൻസ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഓളൊന്ന് ഷോ കാണിച്ചു. ഈ ഷോ കാണിച്ച സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ഹോസ്പിറ്റലിൽ പറഞ്ഞു ഓക്കെ ഈ ഒരു ഇഞ്ചക്ഷൻ മാറി കുത്തിയതിന്റെ പേരിൽ എന്ത് ഇഷ്യൂ വരികയാണെങ്കിലും അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം, അതിന്റെ മറ്റു ചെലവും കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെന്റ് ഒക്കെ വരെ കൊണ്ട് എഴുതിപ്പിച്ചു. അപ്പോൾ ഹോസ്പിറ്റലാണല്ലോ, ഇവളെന്താ വിചാരിച്ചു, നല്ലൊരു നഷ്ടപരിഹാര ബലത്തിന് വാങ്ങാം. കാരണം ഇതിലേറെ വലിയൊരു ചാൻസ് ഇനി വേറെ കിട്ടാനില്ല. എവിടുന്ന് 10 ഉറുപ്പ്യ കിട്ടുകയാണെന്ന് പറഞ്ഞാലും അവിടെ കയറിയിട്ട് മാന്തണ ഒരു ടൈപ്പ് ബലത്ത് പണ്ടേ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും വർഗീയത കൊണ്ട് ഇത്ര കാലം ജീവിച്ചത്. അപ്പൊ ഹോസ്പിറ്റലിൽ വേറൊരു ഇഷ്യൂക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് പോലും അങ്ങനെ പറ്റിയിരിക്കുന്നെങ്കിൽ ഞങ്ങളത് ഏറ്റു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പറയുന്നത് നഴ്സിനോട് കുറേ വട്ടം പറഞ്ഞതാ, പിന്നെയും വെച്ചു എന്ന്. അങ്ങനെ വെച്ചുകൊണ്ടെന്ന് വെച്ചാൽ നഴ്സ് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ആക്രമണം സഹിച്ചാൽ കാര്യം ചിലപ്പോൾ അതിനിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അതല്ല വിഷയം. ഇപ്പം ഇത് സംഭവം പുതിയ തെരുവ് നാടകം എന്താ അറിയോ, എന്നിട്ട് ഓൾ ഓട്ടോമാറ്റിക് നീച്ചു വന്നത് കണ്ടോ? എങ്ങനെ ഓളവിടെ കടക്കായിരുന്നു, ബോധം കൂടി ഇല്ലാതെ കടക്കായിരുന്നു. എങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോഴോ മരിച്ചുന്നത് വരെ ജീവിച്ചുള്ളൂ, അത് കഴിഞ്ഞാൽ മരിച്ചണമെന്ന്. അങ്ങനത്തെ സ്റ്റേജിലാണ് എന്ന്. അപ്പൊ അതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓള്
പതിക്കൊന്നാണ് നീച്ചു വന്നു, ബോധമില്ലാത്ത ഓള്. ഇത് സംഭവം എന്താ എനിക്ക് മനസ്സിലായോ? ഹോസ്പിറ്റലിൽ നല്ല മണി വാങ്ങാനുള്ള പരിപാടിയും കൊണ്ട് രണ്ടും പാട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവൾക്ക് ഇപ്പൊ അന്നൊരു ഇഞ്ചക്ഷൻ വെച്ചു പറഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോ എന്ത് വയറിളക്കം ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ നോക്കണം തന്നെ നടക്കുമോ? പിന്നെ ഓല് പറയണ കാരണം എന്താണെന്ന് അറിയോ? അന്ന് ഞങ്ങൾ എഗ്രിമെന്റ് എഴുതിയിട്ട് പോകുന്നതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് വന്ന് അന്വേഷിച്ച പോലും ചെയ്തിട്ടില്ല എന്ന്. എന്താ ഹോസ്പിറ്റലിലെ കുട്ടീനെ വല്ലവർക്ക് കെട്ടിച്ചിക്കല്ലേ ഓല് വന്ന് അന്വേഷിച്ചു പോകാന്. ഇവള് ഈ കാണിക്കണ അക്രമോ ഈ കാണിക്കണ തണ്ടിത്തരം മുഴുവൻ ഇവര് കാണുന്നല്ലേ. അപ്പൊ ഓലിക്ക് അറിയാം ഇതിന്റെ ഒന്നും പിന്നാലെ പോയിട്ട് കാര്യമില്ല, ഇത് ഉടായിപ്പാണെന്ന്. അപ്പൊ എന്ത് ചെയ്തു? ഹോസ്പിറ്റലുകാർ അങ്ങോട്ട് ഹോസ്പിറ്റലുകാർ കയ്യൊഴിഞ്ഞു എന്ന് മാത്രമല്ല, അപ്പൊ ഓൾ എന്ത് ചെയ്തു? കുരിനേട്ടനാണോ ഏതോ ഏട്ടനാവോ ഏതോ ഒരു ഏട്ടനെയും കൊണ്ട് അവിടെ പോയിക്കണം. അവിടെ പോയിട്ടുള്ളൂ ഇങ്ങനെ മലന്ന് കിടക്കുക. എന്തിന്? ഓള് ഭയങ്കര സീരിയസ് ആണ്, മരിച്ചനെ വരെ ജീവിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കാലിമത്തെ നീര്, പ്രായമായ നീരുണ്ടാവും. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇജിപ്പോഴും ഉടുപ്പും പാവാടിയും പട്ടുപാവാടി ഇട്ട് നടക്കച്ചിട്ട് അന്റെ പ്രായം അതേമാതിരി കമ്മിയാവുമോ? ഇല്ല, വയസ്സ് അവിടെ തന്നെ നിൽക്കും. അനക്ക് എന്ത് വേണമെങ്കിലും കുട്ടികളുടെ ഡ്രസ്സ് ഇടാം. പക്ഷെ പ്രായത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇത്രയും തണ്ടും തടിയും വയസ്സും നാളും പ്രായമായില്ല ഇവളെ. ഇനി ഇജ്ജ് കാലുമ്പോ നീര് വരികയാണ്, അല്ലെ പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്, ഇതൊക്കെ ഇഞ്ചക്ഷൻ വെച്ചിട്ടാന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ആ ഹോസ്പിറ്റലിനെയും പറ്റിച്ച് ജീവിക്കാന്ന് വിചാരിച്ചിട്ടാ അവിടെ ചെന്ന് മലന്ന് കിടക്കണത്. നനക്കൊരു കാര്യം കേൾക്കണം, ഹോസ്പിറ്റലിൽ ഇതിക്കും വലുത് കണ്ടിട്ടാക്കാരാ പോലി നിൽക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ അതിന്റെ നീരും ചേരി വല്ലാത്ത തൊലിക്കെട്ടിന്നെ മളയേണ്ടത് കേട്ടോ. അവള് കടന്നീന്ന് കണ്ടില്ലേ? ഇത് വേറെ ഒന്നുമല്ല സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഫോട്ടോ വാങ്ങാനും ആരുമില്ല, റീച്ചും ഇല്ല, തെറി പറയാനും ആരെയും കിട്ടണില്ല. അപ്പൊ എന്തായി? ഒരു മൂലക്കണ് കൂടി. എന്തിന്? ഇനിയിപ്പോ അതേ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ഇതിനെ മുമ്പുള്ള ഇടക്കിടക്ക് വന്നിരുന്നു. എന്തിനറിയോ? 15,000 ഫോട്ടോ എനിക്കിപ്പോ ഓർഡർ വന്നിട്ടുണ്ട്. ഒക്കെ മറ്റേ 4-8 ഇഞ്ചാണ്. വെറും 22,999 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് പിന്നെ കാണാൻ 4 ദിവസം കഴിഞ്ഞാൽ പറയുന്നു, എന്നെ ഒന്ന് സഹായിക്കാവോ? നിങ്ങൾ വെറുതെ ഒന്നും എനിക്ക് കാശ് തരണ്ട, എന്റെ ഈ ഫോട്ടോ മാത്രം മേടിച്ചാൽ മതി. വേറെ ഒന്നും. കാരണം കുറച്ച് 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ഏത് അത്രയും ഓർഡർ ആണെന്ന്. അത് മറന്നിട്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും. എന്തിന്? ആരെങ്കിലും ഒന്ന് സഹായിക്കോ? എന്റെ ഉമ്മാനെ ചികിത്സിക്കാനാണ്, എനിക്ക് വീട് വെക്കാനാണ്, ഉമ്മാനൊന്ന് ഹജ്ജിന് കൊണ്ടുപോകാനാണ്. എന്നാ ഓൾക്ക് ഇതിലൊന്നും വിശ്വാസമല്ല. അതാ പറയണത്, സംഖ്യകൾക്ക് ബുദ്ധി വന്നാൽ തീരുന്നേയുള്ളൂ അന്റെ ഈ കളിയും ചിരിയും ഒക്കെ എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിരുന്നില്ലേ. അതിപ്പോ ഏറെക്കുറെ സംഭവിച്ചില്ലേ? ഇതന്നെ സംഭവം. ഓലിക്ക് ബുദ്ധി വന്നു, അതോടുകൂടെ എന്ത് ചെയ്തു? അമ്പലനടിയേക്കും പിന്നെ എന്നെ കയറ്റിയില്ല, ഫോട്ടോ വാങ്ങാനും ആളില്ല. അപ്പൊ എന്തായി? ഇനിയിപ്പൊ നീരുമേ നടക്കുള്ളൂ. ഇപ്പോൾ ഓൾക്ക് പറയാനൊരു കൊണ്ടോട്ടിയിലൊരു ഹോസ്പിറ്റലേറിയും കിട്ടിയേക്കണു. ഇതിന്റെ മുമ്പ് നന്ദിലത്തായിരുന്നു. നന്ദിലത്ത് നമ്മളെല്ലാരും പാടെ കൂടി കലക്കി കൊടുത്തു. അതിന് ശേഷം ഓള് വന്നതാണ് ഈ ഹോസ്പിറ്റലിന്റെ കേസും കൊണ്ട്. എന്താ ചെയ്യാല്ലേ? ദിവസം ഇറങ്ങിക്കോളൂ ഓരോന്നും കൊണ്ട്. അല്ല അതൊക്കെ പോട്ടെ, അനക്ക് കുറെ ഏട്ടന്മാരും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏട്ടാന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നടന്നീന്നല്ലോ. എവിടെ പോലൊക്കെ വിളിച്ച് പറയേ, ഹോസ്പിറ്റലിൽ സീല് വെക്കാൻ പറയേ. ഇത്ര വലിയൊരു സംഭവമല്ലേ നടന്നിക്കണത്. ഒരു ഇഞ്ചക്ഷനും കൊണ്ട് ഇങ്ങനത്തെ അവശ്യമായിക്കണു. എവിടെ എന്റെ ഏട്ടന്മാര്? ഇതിപ്പോൾ ഇന്നലെ ഇട്ടതാ. ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഉള്ള ആ വീഡിയോ റിമൂവ് ആയിക്കണു. പക്ഷെ 22 മണിക്കൂർ മുമ്പ് ഓളിട്ട വേറൊരു വീഡിയോ ഞാൻ കാണിച്ചാലാ. ഇതൊന്ന് കണ്ടോക്കാം. ഇവനെന്താ അങ്ങോട്ട് ഇരുന്നിക്കണ്? അത്രക്ക് വലിയ നായികയുടെ കൂടെ അല്ലേ അഭിനയിച്ചത്? അതുകൊണ്ടായിരിക്കും അല്ലേ. ഇതിപ്പോ ഏതാ അവതാരം എന്ന് അറിയില്ല. ഇവനെന്നെ തോന്നുന്നുണ്ട് ആ വീഡിയോയില് കാണുന്ന കയ്യൊക്കെ. ഈ കുരുന്നേട്ടൻ ആരെങ്കിലും കണ്ടോലുണ്ടോ? കുറെ ദിവസമായി കണ്ടിട്ട്. എവിടെ പോയി എന്താ ഒന്നും അറിയില്ല. ഇപ്പൊ പുതിയ ആളുകളാ വരുന്നത്. ഓലിക്കോട്ട് എന്താ പറയാ, ഉമ്മറം കാണിക്കാൻ പറ്റാ, പിന്നാമ്പറ കാണിക്കണത്. ഇത്രയും വലിയ നായികയുടെ ഒക്കെ പിന്നാലെ മാറ്റൊരു പാട്ട് സീനിൽ അഭിനയിച്ചിട്ട് പോലും മുഖം കാണിക്കാൻ പറ്റൂല. വല്ലാത്തൊരു നായിക തന്നെയാണ്. നായികയെ തട്ട ഉപേക്ഷിച്ച ഓള് കണ്ണന്റെ ഫോട്ടോ കൊണ്ട് തട്ടോട്ട് വന്നിട്ട് ഭയങ്കര സെന്റിമെന്റാ. എന്തിന്? ഈ തട്ടത്തിമേണ് എല്ലാ കളിയും. അതിന്റെ കൂടെ ഓർഡർ കൂടി കൊടുത്താല് അത് വേറൊരു എന്താ പറയാ സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്നൊക്കെ പറയില്ലേ, ആ ഐറ്റാണ്. എങ്ങനെ? ഇത് കാണുന്ന ഏതെങ്കിലും സംഖ്യക്ക് തട്ടിട്ടുക്കണല്ലോ, അപ്പൊ ഒന്ന് ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്യുന്ന വിചാരിച്ചത്. വൈകുന്നേരമായ 2 അടിച്ചാൻ പറ്റിയത് കായില്ല. പിന്നെ ഇപ്പം ഡബിളെ 20,000 ഉറുപ്പ്യയുടെ ഫോട്ടോ ഓലുണ്ടോ ഓർഡർ ചെയ്ത് വാങ്ങണു. നടന്ന തന്നെ. പിന്നെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മക്കള് ചെയ്താലും അതിനൊക്കെ വളം വെച്ചെടുക്കാൻ പറ്റുന്ന തള്ളാരിയും നന്താരിയും കിട്ടുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ഗുണം. കണ്ടോക്ക.
അമ്മയേക്കാൾ വലിയ പോരാളി ലോകത്ത് മറ്റാരുമില്ലെന്ന് KGF കേട്ടിട്ടില്ലേ? അപ്പോൾ എൻ്റെ ഉമ്മാക്കും എൻ്റെ അമ്മക്കും ഹാപ്പി മദേഴ്സ് ഡേ പറയാണ്. ഹൗ എന്തായാലും മതസ്നേഹം അല്ലേ? ഉമ്മയും കൊള്ളാം, മോളും കൊള്ളാം. കഴിഞ്ഞിട്ടില്ല. സംഘികളെ സുഖിപ്പിക്കാൻ ഇതിനേക്കാൾ വലിയൊരു മെസ്സേജ് അവൾക്ക് കൊടുക്കാറില്ല. ഒന്ന് കേട്ടോക്കാം. ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടേ ഒരിക്കൽ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ജസ്ന സലീം. തൊഴില് ഗുരുവായൂരപ്പനെ വരയ്ക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ വരയ്ക്കുക. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ഇതിന്റെ പേരിൽ ഇന്നെ ഒരു സഹോദരൻ വിളിക്കുന്ന തെറിയൊന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കേൾക്കാതിരിക്കാൻ നല്ലത്. അതായത് ഏതിന്റെ പേരിലാണ് എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ ഏതിന്റെ പേരിൽ വിളിച്ചാലും ഓള് വന്ന് പറയാൻ എന്താ അറിയോ? ഇതിന്റെ പേരിലാണ്. പിന്നെ ആ തെറി കേട്ടിട്ട് ഒരിക്കലും കണ്ണനെ വരച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിം വിളിക്കണതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടെ തന്നെ ഏതെങ്കിലും അതിരാ കോഴികളായിരിക്കും. അതെന്തിനാണ് ബ്ലോക്ക് ചെയ്തതെന്നുള്ളത് അത് ഓൾക്കും എനിക്കും അറിയുള്ളൂ. അത് നിങ്ങൾ തമ്മിൽ തീർത്താൽ മതി. അതും വെറുതെ കൊണ്ടുപോയി കണ്ണന്റെ മണ്ടക്കിടണ്ട. ആ പറയും പോലെ ഇവിടെ കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് നല്ല സ്റ്റാറായി ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തെ സംഖ്യകളൊക്കെ പറ്റിച്ചാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ആ ഐറ്റങ്ങളൊന്ന് കാണണം. ഇതൊന്ന് കണ്ടോക്കാം. വിധിച്ചത് മാത്രമേ കിട്ടൂന്ന് കരുതിയിട്ട് ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് കേട്ടോ. കൊതിച്ചതും കിട്ടും. എങ്ങനെയെന്നല്ലേ? ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ. പടച്ച റബ്ബിന്റെ വിധിയെപ്പോലും മാറ്റാൻ പവറുള്ള ഒരു സാധനമാണ് ദുആ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളും ദുആകളൊക്കെ ഉണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമുക്കൊരു വിധി വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയെപ്പോലും മാറ്റിമറിക്കാൻ പവറുള്ള ഒന്ന്. പടച്ച റബ്ബിനോട് ദുആ ചെയ്യാം. കേട്ടില്ലേ? എന്താ ദോയൊക്കെ ഇതിനാരെ അന്നത്തെ സംഖ്യകൾ ആമീൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇസ്ലാം മതത്തിൽ വിശ്വാസമില്ലാത്ത ഓള് അതിനൊരു പീസ് എടുത്തിട്ട് ഇവിടുന്ന് ഒരു പീസ് എടുത്തിട്ട് രണ്ടും പാടം അങ്ങോട്ട് കൂട്ടി മിക്സ് ചെയ്തിട്ട് വിൽക്കാനുള്ള പരിപാടിയാ. എന്താ ഓളൊക്കെ ഒരു ഇൽമ. ആ വട്ടം കറങ്ങുമ്പോളേ പറഞ്ഞിട്ട് കാര്യമല്ല, പറയുന്ന ഞമ്മള് നാറുന്നുള്ളൂ. അപ്പൊ എന്തായാലും അറിഞ്ഞില്ലേ, മരണം വരെ ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണു. എന്നാ പോട്ടെ ഞാന്. ശരി, ഓയിക്കാ പള ഇവിടുന്ന്.